പരിശുദ്ധാത്മാവേ, എന്നിൽ വസിക്കുമാത്മാവേ, പരിശുദ്ധാത്മാവേ, എന്നിൽ വസിക്കുമാത്മാവേ, അങ്ങെ പിരിഞ്ഞൊരു ശ്വാസമെടുക്കുവാൻ ഇടവരുത്തല്ലാത്മാവേ. നാമോ ലോകത്തിന്റെ ആത്മാവിനെ അല്ല, ദൈവം നമുക്ക് നൽകിയത് അറിവിനായി ദൈവത്തിൽ നിന്നുള്ള ആത്മാവിനെ അത്രേ പ്രാപിച്ചത്. അപ്പൊ ദൈവത്തിന്റെ ആഴങ്ങളെ ആരാഞ്ഞറിയുവാൻ കേപ്പബിൾ ആയിട്ടുള്ള ദൈവത്തിന്റെ ആത്മാവിനെയാണ് ഞാനിപ്പോൾ പ്രാപിച്ചിരിക്കുന്നത്. അതുകൊണ്ട് ദൈവത്തിന്റെ ഇന്നർമോസ്റ്റ് ഡെപ്സിലുള്ള ആഴങ്ങളെ പോലും അറിയാനുള്ള വലിയ എബിലിറ്റി, സ്പിരിച്വൽ എബിലിറ്റി ദൈവം എനിക്ക് നൽകിയിരിക്കുകയാണ്. എങ്ങനെ? ബിക്കോസ് ഐ ഹാവ് റിസീവ്ഡ് ദ ഹോളി സ്പിരിറ്റ്. ഞാൻ പരിശുദ്ധാത്മാവിനെ പ്രാപിച്ചതുകൊണ്ട്. ഹല്ലേലൂയ. അതുകൊണ്ട് ആത്മാവ് ദൈവത്തിന്റെ മർമ്മങ്ങളെ ആരായുന്നു. ആ മർമ്മങ്ങളെ അറിയുന്നവൻ, അത് മർമ്മമാണ്. ദീസ് ആർ ദ മിസ്റ്ററീസ് ഓഫ് ഗാഡ് ദാറ്റ് ഈവൻ നൗ ഇറ്റ് കനോട്ട് കം ടു യുവർ മൈൻഡ്. ഇത് ആരായുന്നത് എൻ്റെ മൈൻഡ് അല്ല. എൻ്റെ മൈൻഡ് ആരാഞ്ഞാൽ ഇത്രയ്ക്ക് അറിയാൻ പറ്റുള്ളൂ. ഞാൻ അഗസ്റ്റിൻ്റെ കാര്യം പറഞ്ഞത് ഓർമ്മയുണ്ടല്ലോ. സെയിൻറ്റ് അഗസ്റ്റിൻ പറഞ്ഞു, എനിക്ക് ദൈവത്തിൻ്റെ ആഴങ്ങളെല്ലാം അറിയണം. പക്ഷെ നിനക്ക് ആത്മാവിലെ അറിയാൻ പറ്റുള്ളൂ. നിന്റെ മൈൻഡിലോട്ട് അത് കയറ്റത്തക്ക രീതിയിൽ മൈൻഡ് എസ്റ്റാബ്ലിഷ്ഡ് ആയിട്ടില്ല, അത് ഡെവലപ്പ് ചെയ്തിട്ടില്ല, അത് ഇറ്റ് ഈസ് ഇമ്പോസിബിൾ. പക്ഷേ ദൈവം എനിക്ക് തന്നിരിക്കുന്ന പരിശുദ്ധാത്മാവിന് ദൈവത്തിൻ്റെ ആഴങ്ങളെ ആരായുവാൻ കഴിയുന്ന, കമ്മ്യൂണിക്കേഷൻ നടത്താൻ കഴിയുന്ന ഒരു വലിയ എബിലിറ്റി. ഇറ്റ് ഈസ് എ ലിവിങ് ഹോളി സ്പിരിറ്റ്, ദ സ്പിരിറ്റ് ദാറ്റ് ഈസ് ഗിവൺ അൺടു മീ. എന്നിലേക്ക് പകർന്നു തന്ന ദൈവത്തിൻ്റെ ആത്മാവ് ദൈവത്തിൻ്റെ ആഴങ്ങളെ ആരായുന്നുണ്ട്. അപ്പോൾ ആത്മാവിൽ ഞാൻ എന്ത് ചെയ്യുന്നു? മർമ്മങ്ങളെ അറിയുന്നു. ആ ആത്മാവിനെ, എൻ്റെ മർമ്മങ്ങളെ എൻ്റെ മനസ്സിൻ്റെ ലോകത്തിൻ്റെ അപ്പുറത്താണ്. ഇറ്റ് ഈസ് ബിയോണ്ട് മൈ ഇൻ്റലിജൻസ് ആൻഡ് അണ്ടർസ്റ്റാൻഡിങ്. ദൈവത്തിലുള്ളത്, ആ ദൈവത്തിൻ്റെ ആഴത്തിലുള്ളത് ഞാൻ എൻ്റെ മനസ്സറിയുന്നില്ല, പക്ഷെ ആരറിയുന്നുണ്ട്? എൻ്റെ സ്പിരിറ്റ് അറിയുന്നുണ്ട്. അതുകൊണ്ടാണ് ഞാൻ ആത്മാവിൽ സംസാരിക്കുമ്പോൾ എനിക്ക് തന്നെ അതറിയാൻ കഴിയാത്തത്. കാരണം എൻ്റെ മൈൻഡിലേക്ക് കടത്തത്തക്ക രീതിയിൽ അത്രയ്ക്ക് ചെറിയ കാര്യങ്ങളല്ല ഞാൻ അറിഞ്ഞിരിക്കുന്നത്. സോ വി സ്പീക്ക്. അവൻ ആത്മാവിൽ മർമ്മങ്ങളെ സംസാരിക്കുന്നു. അങ്ങനെയാണ് നമ്മളിവിടെ വായിച്ചത്. 14 അധ്യായത്തിൻ്റെ 2 വാക്യം നമ്മൾ വായിച്ചത് അതാണല്ലോ, അല്ലേ? അന്യഭാഷയിൽ സംസാരിക്കുന്നവൻ മനുഷ്യരോടല്ല ദൈവത്തോടത്തിൽ സംസാരിക്കുന്നത് ആരും തിരിച്ചറിയുന്നില്ലല്ലോ, എങ്കിലും അവൻ ആത്മാവിൽ മർമ്മങ്ങളെ സംസാരിക്കുന്നു. പ്രിയമുള്ളവരെ, എത്ര വലിയ ഒരു പദവിയാണ് ദൈവം നമുക്ക് നൽകിയിരിക്കുന്നത് നമ്മൾ മനസ്സിലാക്കുക. അന്യഭാഷയിൽ സംസാരിക്കുന്നവൻ തനിക്ക് താൻ ആത്മീക വർധന വരുത്തും. 4 വാക്യത്തിൽ കാണുന്നതാണ്. ആത്മാവിൻ്റെ ലോകത്ത് ദൈവത്തിൻ്റെ ആഴങ്ങളിൽ വിരാജിക്കുന്ന ഞാൻ ആത്മാവിൽ അറിയുന്ന ദൈവിക മർമ്മങ്ങളെ ആർക്കും മനസ്സിലായില്ലെങ്കിലും എനിക്ക് തന്നെ എൻ്റെ മനസ്സിൻ്റെ ലോകത്തിലേക്ക് ഇറക്കിക്കൊണ്ട് വരാൻ കഴിയാത്തതാണ് ആ സത്യങ്ങൾ. അത് ഞാൻ സംസാരിച്ചുകൊണ്ടിരിക്കുകയാണ്. വെൻ ഐ ഡ്വെൽ ഇൻ ദ സ്പിരിറ്റ് ഓഫ് ഗാഡ്, ദൈവത്തിൻ്റെ ആത്മാവിൽ, ദൈവത്തിൻ്റെ ആഴങ്ങളിൽ ഞാനിങ്ങനെ വിരാജിക്കുമ്പോൾ അതൊരു ഭയങ്കര അനുഭവമാണ്. ഒരു സ്പിരിച്വൽ ഒരു റിയാലിറ്റിയാണ്, ഒരു ഇല്യൂഷൻ അല്ല ഇത്. ഇറ്റ് ഇസ് നോട്ട് എൻ ഇല്യൂഷൻ, ഇറ്റ് ഇസ് എ റിയാലിറ്റി. എങ്ങനെ? ഇൻ മൈ സ്പിരിറ്റ്, ദാറ്റ്സ് എ സ്പിരിച്വൽ റിയാലിറ്റി. ഇൻ മൈ സ്പിരിറ്റ് ഐ സെർച്ച് ദി ഇന്നർമോസ്റ്റ് ഡെപ്ത്സ് ഓഫ് ഗാഡ്. എൻ്റെ ആത്മാവ് സന്തോഷിക്കുകയാണ്. ആൻഡ് മൈ സ്പിരിറ്റ് സ്പീക്സ്. ഞാൻ എൻ്റെ മനസ്സിലേക്ക് പോലും എനിക്കത് കടത്തിവിടാൻ കഴിയുന്നില്ല. എന്നാൽ ഞാൻ എനിക്കത് ആത്മീക വർധന വരുത്തുകയാണ്. ഇതൊരു വലിയ പ്രിവിലേജാണ്. അത് കളഞ്ഞു കുളിക്കരുത്. ഇതൊരു വലിയ പ്രിവിലേജാണ്. ദൈവത്തോട് സംസാരിക്കുന്നു. ചില സമയത്ത് നമ്മൾ ആളുകൾ ചോദിക്കുമ്പോഴത്തേക്ക് ഉണ്ടാകുന്ന ഒരു കാര്യമുണ്ട്. അന്യഭാഷയിൽ സംസാരിക്കാൻ കഴിയുമ്പോഴത്തേക്ക്, അന്യഭാഷയിൽ സംസാരിച്ചില്ലെങ്കിൽ നമ്മൾ സ്വർഗത്തിൽ പോകുകയില്ലയോ? സ്വർഗത്തിൽ പോകുന്നതിന് തടസ്സമല്ലെങ്കിൽ, ഇതാണ് ചിലപ്പോൾ ഇത് കേട്ട് കഴിഞ്ഞാൽ ചിന്തിക്കും, സ്വർഗത്തിൽ പോകേണ്ടത് കൊണ്ട് മാത്രം ഞാൻ അന്യഭാഷയെ സംസാരിക്കുക. പക്ഷേ പ്രിയമുള്ളവരെ, സ്വർഗത്തിൽ പോകണമെന്നുള്ളത് കൊണ്ട് ഗതികേടിൽ ഞാൻ അന്യഭാഷ സംസാരിക്കുന്നുമല്ല. എൻ്റെ ദൈവത്തോട് സംസാരിക്കാൻ എനിക്ക് ലഭിക്കുന്ന വലിയൊരു പ്രിവിലേജാണ് ഇത്. അതെന്താ നിങ്ങൾ മനസ്സിലാക്കാത്തത്? ഡോക്ടർ മൻമോഹൻ സിംഗ് എന്നെ കണ്ടു കഴിഞ്ഞിട്ട് പറയുകയാണ്, കം ഓൺ വിൽ ടോക്ക് എന്ന് പറയുമ്പോഴത്തേക്ക് ഞാൻ ചോദിക്കുക, മിസ്റ്റർ പ്രൈം മിനിസ്റ്റർ, ഇഫ് ഐ ഡു നോട്ട് സ്പീക്ക്, will you expel me from the Indian continent?
മൻമോഹൻ സിംഗ് എന്നോട് പറയുക, നീ എന്നോട് വർത്തമാനം പറയുമ്പോഴത്തേക്ക് മൻമോഹൻ സിംഗിനോട് ഞാൻ പറയുക, പ്രധാനമന്ത്രി, ഞാൻ നിന്നോട് സംസാരിച്ചില്ലെങ്കിൽ നീ എന്നെ ഇന്ത്യയിൽ നിന്ന് പുറത്താക്കുവോ? ഞാൻ പ്രധാനമന്ത്രിയോട് സംസാരിക്കാനൊരു അവസരം കിട്ടുമ്പോഴത്തേക്ക്, അവസരം കിട്ടുകയൊന്നുമല്ല, ഞാൻ ഇനി പ്രധാനമന്ത്രിയോടെങ്കിലും സംസാരിച്ചില്ലെങ്കിൽ എന്നെ ഇന്ത്യയിൽ നിന്നെങ്കിലും പുറത്താക്കിയോ എന്നുള്ള പേടി കൊണ്ടാണോ ഞാൻ മൻമോഹൻ സിംഗിനോട് സംസാരിക്കുന്നത്? ആണോ? അല്ല, അതെനിക്കൊരു വലിയ പ്രിവിലേജ് അല്ലേ? എടാ, എൻ്റെ പ്രധാനമന്ത്രിയോട് എനിക്ക് സംസാരിക്കാൻ പറ്റുമെന്ന് പറഞ്ഞാൽ എന്തൊരു വലിയ പ്രിവിലേജാണ്. ഇതുപോലെയാണ് ഞാൻ അന്യഭാഷകളിൽ സംസാരിക്കുന്നത്. പേടിച്ചിട്ടൊന്നുമല്ല, അന്യഭാഷ സംസാരിച്ചില്ലെങ്കിൽ നരകത്തിൽ പോയാലെന്നുള്ള പേടി കൊണ്ടൊന്നും അല്ല. എടാ, ഇറ്റ് ഈസ് എ പ്രിവിലേജ്. ഐ സ്പീക്ക് ടു മൈ ഫാദർ. ഹല്ലേലൂയ. അതൊരു പ്രിവിലേജ് എന്ന് എന്താ മനസ്സിലാക്കാത്തത്? ഇതൊരു ഇന്നവിറ്റബിലിറ്റി ആണോ, ഇന്നവിറ്റബിൾ ആണോ എന്നൊക്കെ ഇങ്ങനെ ചോദിച്ചിട്ടൊന്നും അർത്ഥമൊന്നുമില്ല. ഈ ഒരു പ്രിവിലേജ് എങ്ങനെ ഇന്നവിറ്റബിൾ ആണോ ഇല്ലയോ നമ്മൾ തിരക്കേണ്ട കാര്യം എന്താണ്? ഈവൻ ഇഫ് ഇറ്റ് ഈസ് നോട്ട് ഇന്നവിറ്റബിൾ, ഐ സ്പീക്ക് ഇൻ ടങ്സ് ബിക്കോസ് ഇറ്റ് ഇസ് എ പ്രിവിലേജ്. അന്യഭാഷ സംസാരിച്ചില്ലെങ്കിൽ ഒരു കുഴപ്പമില്ലെന്ന് നാളെ വേദോത്സവം പഠിപ്പിച്ചാലും എനിക്ക് പ്രശ്നമൊന്നുമില്ല, എന്നാലും ഞാൻ സംസാരിച്ചുകൊണ്ടിരിക്കും. കാര്യം, എടാ, എനിക്ക് കിട്ടിയിരിക്കുന്ന വലിയൊരു പ്രിവിലേജ് അല്ലേ എൻ്റെ പിതാവായ ദൈവത്തോട് എനിക്ക് ആത്മാവിൻ്റെ മർമ്മങ്ങളെ സംസാരിക്കാൻ കഴിയുന്നത്. ഇനി അല്പസമയങ്ങൾ കൂടെ മാത്രമേ ബാക്കിയുള്ളൂ. അതുകൊണ്ട് ഞാൻ 14-ാം അധ്യായത്തിലേക്ക്, ചാപ്റ്റർ 14 പെട്ടെന്ന് കടന്നു വരികയാണ്. വേഴ്സ് 1, സ്നേഹം ആചരിപ്പാൻ ഉത്സാഹിപ്പിൻ, ആത്മീക വരങ്ങളും വിശേഷാൽ പ്രവചനപരവും വാഞ്ചിപ്പിൻ. 12-ാം അധ്യായത്തിൽ നമ്മൾ ആത്മീക വരങ്ങളെക്കുറിച്ച് കേട്ടതിന് ശേഷം ഒടുവിൽ പറയുന്നത്, ഇനി അതിശ്രേഷ്ഠമായ ഒരു കാര്യം ഞാൻ കാണിച്ചു തരാം, എല്ലാ വരങ്ങളെക്കാളും വലുത് സ്നേഹമാണ് എന്ന് പറഞ്ഞു. അതുകൊണ്ട് പലപ്പോഴും ആളുകൾ പറയുന്നതെന്ന് അറിയാമോ? സ്നേഹമാണ് എല്ലാ വരങ്ങളെക്കാളും വലുത്, അതുകൊണ്ട് വേറെ വരമൊന്നും വേണ്ട. അങ്ങനല്ല പ്രിയമുള്ളവരെ. 14-ാം അധ്യായം പൗൽ തുടങ്ങുമ്പോൾ പറയാണ്, സ്നേഹം എല്ലാത്തിലും വലുതാണ്. 13-ാം അധ്യായത്തിൽ സ്നേഹം എല്ലാത്തിലും വലുതാണെന്ന് പറഞ്ഞു. ഇതിനർത്ഥം സ്നേഹം മാത്രം മതിയെന്നല്ല. സ്നേഹം ആചരിപ്പാൻ ഉത്സാഹിപ്പീൻ, എന്നാൽ ആത്മീക വരങ്ങളും വിശേഷാൽ പ്രവചനപരവും വാഞ്ചിപ്പീൻ. അപ്പൊ എന്ത് വേണം? സ്നേഹം വേണം. സ്നേഹം വേണ്ടെന്നല്ല, പക്ഷെ സ്നേഹം മാത്രം പോരാ. എന്തു വേണം? ദൈവത്തിൻ്റെ കൃപയുടെ വ്യാപാരവും നമുക്ക് അത്യന്താപേക്ഷിതമാണ്. ഹല്ലേലൂയ. സ്നേഹം ആചരിപ്പാൻ ഉത്സാഹിപ്പീൻ, എന്നാൽ ആത്മീക വരങ്ങളും വിശേഷാൽ പ്രവചനപരവും കാംക്ഷിപ്പീൻ. അന്യഭാഷ ഒരു അനിവാര്യത എന്നുള്ള നിലയിലല്ല ഞാൻ വാസ്തവത്തിൽ കാണുന്നത്. പ്രത്യേകത എന്താണ്? അതിനെ ഞാനൊരു പ്രിവിലേജ് ആയിട്ടാണ് കാണുന്നത് എന്ന് ഞാൻ മനസ്സിലാക്കുന്നത്. എൻ്റെ സ്വർഗ്ഗസപിതാവിനോട് സംസാരിക്കാൻ എനിക്ക് ലഭിക്കുന്നൊരു അവസരം. അതുകൊണ്ട് ഞാൻ അതിനുവേണ്ടി കാംക്ഷിക്കുകയാണ്. സ്നേഹമാചരിപ്പാൻ ഉത്സാഹിപ്പീൻ, ആത്മീക വരങ്ങളെയും നിങ്ങൾ എന്ത് ചെയ്യണം? ആത്മീക വരങ്ങളെ വാഞ്ചിപ്പീൻ. ആത്മീക വരങ്ങളും വിശേഷാൽ പ്രവചനപരവും വാഞ്ചിപ്പീൻ. ദൈവത്തോട് സംസാരിക്കണം, മനുഷ്യരോട് സംസാരിക്കണം. സ്നേഹം വേണം, എന്നാൽ ദൈവത്തോടും സംസാരിക്കണം, മനുഷ്യരോട് സംസാരിക്കണം. മനുഷ്യന് പ്രയോജനമുള്ള നിലയിൽ ആത്മീക വരങ്ങൾ എനിക്ക് വേണം. When I speak in tongues, I speak to God. When I exercise all the other gifts, it is for the benefit of the other people. അന്യഭാഷകളിൽ സംസാരിക്കുമ്പോൾ എന്താണ്? ഞാൻ കർത്താവിനോട് സംസാരിക്കുന്നു. എന്നാൽ പ്രവചിക്കുന്നവൻ, പ്രബോധിപ്പിക്കുന്നവൻ, നമ്മൾ താഴോട്ട് വായിക്കുമ്പോൾ ഒന്നാണ് കാണുന്നത്, അന്യഭാഷയിൽ സംസാരിക്കുന്നവൻ മനുഷ്യരോടല്ല ദൈവത്തോടത്രേ സംസാരിക്കുന്ന. ആരും തിരിച്ചറിയുന്നില്ലല്ലോ. എങ്കിലും അവൻ ആത്മാവിൻ മർമ്മങ്ങളെ സംസാരിക്കുന്നു. പ്രവചിക്കുന്നവനോ ആത്മീക വർധനയ്ക്കും പ്രബോധനത്തിനും ആശ്വാസത്തിനുമായി മനുഷ്യരോടത്രേ സംസാരിക്കുന്നു. So you need to speak in tongues, and when you speak in tongues, you speak to God. അതേസമയം നിങ്ങൾ പ്രവചിക്കണം, നിങ്ങൾ പ്രബോധിപ്പിക്കണം, നിങ്ങൾ വ്യാഖ്യാനിക്കണം. എന്തിനു വേണ്ടി? അതാണ് സഭയ്ക്ക് ആത്മീക വർധന വരുത്തുന്നത്. 4-ാമത്തെ വാക്യത്തിൽ അന്യഭാഷ സംസാരിക്കുന്നവൻ തനിക്ക് താൻ ആത്മീക വർധന വരുത്തുന്നു, പ്രവചിക്കുന്നവൻ സഭയ്ക്ക് ആത്മീക വർധന വരുത്തുന്നു. ആ ഡിഫറൻസ് നമ്മൾ മനസ്സിലാക്കണം. അപ്പോൾ അന്യഭാഷയിൽ സംസാരിക്കുന്നത് ഒരു പ്രയോജനമില്ലാത്തതല്ല. പക്ഷെ അന്യഭാഷ സംസാരിക്കുന്നവൻ്റെ പ്രയോജനം പ്രധാനമായും ആർക്കുള്ളതാണ്? അവനവന് തന്നെയാണ്. എന്നാൽ ബാക്കിയുള്ള വരങ്ങൾ പ്രവചിക്കുന്നവനോ പ്രബോധിപ്പിക്കുന്നവനെല്ലാം ആർക്ക് വേണ്ടിയാണ്? അല്ലെങ്കിൽ അതിൻ്റെ പ്രയോജനം ലഭിക്കുന്ന ആർക്കാണ്? സഭയ്ക്കാണ്. അതുകൊണ്ട് അന്യഭാഷ സംസാരിക്കുന്നതിനെ കുറച്ച് കാണിക്കേണ്ട കാര്യമില്ല. 5-ാമത്തെ വാക്യത്തിൽ പോൾ പറയുന്നത് എന്താണെന്നറിയാമോ? നിങ്ങൾ എല്ലാവരും അന്യഭാഷകളിൽ സംസാരിക്കണം എന്നും വിശേഷാൽ പ്രവചിക്കണമെന്നും ഞാൻ ഇച്ഛിക്കുന്നു. നിങ്ങൾ എല്ലാവരും അന്യഭാഷകളിൽ സംസാരിക്കണം. എന്തുകൊണ്ട് എല്ലാവരും അന്യഭാഷകളിൽ സംസാരിക്കണം? കാര്യം അത് വലിയൊരു പ്രിവിലേജ് ആണെന്നേ. ആത്മാവിൻ്റെ ലോകത്തിലേക്കുള്ള പ്രവേശനമാണ് അന്യഭാഷ. കർത്താവിൻ്റെ മർമ്മങ്ങളെ അറിയുവാനും അവനോട് സംസാരിക്കാനും ദൈവം എനിക്ക് നൽകിയിരിക്കുന്ന ഒരു വലിയ എൻ്റെ ആത്മീക വർധനയ്ക്കുള്ള ഉപാധിയാണ് അന്യഭാഷ. അന്യഭാഷയിൽ സംസാരിക്കുന്നവൻ തനിക്ക് താൻ ആത്മീക വർധന വരുത്തുന്നു. എന്നാൽ സഭയിൽ എപ്പോഴും അന്യഭാഷ പ്രാർത്ഥിച്ചുകൊണ്ടിരുന്നാൽ നിങ്ങൾക്ക് ആത്മീക വർധന ഉണ്ടാകുമായിരിക്കും, മറ്റുള്ളവർക്ക് ആത്മീക വർധന ഉണ്ടാവുകയില്ല എന്നതിനാൽ മറ്റുള്ളവരുടെ ആത്മീക വർധന കൂടെ ഓർത്തുകൊണ്ട് സഭയിൽ അന്യഭാഷയിൽ സംസാരിക്കുന്നതിനേക്കാൾ കൂടുതൽ നമ്മൾ പ്രാധാന്യം കൊടുക്കേണ്ടത്
മറ്റുള്ളവർക്ക് ആത്മീയ വർധന ലഭിക്കുന്നതായ പ്രവചനത്തിനും പ്രബോധനത്തിനും ഭാഷകളുടെ വ്യാഖ്യാനത്തിനും മറ്റുള്ള കാര്യങ്ങളുമാണ്. 5-ാം വാക്യത്തിൽ അതുകൊണ്ടാണ് പോള് പറയുന്നത്, നിങ്ങൾ എല്ലാവരും അന്യഭാഷയിൽ സംസാരിക്കണം എന്നും വിശേഷാൽ പ്രവചിക്കണമെന്ന് ഞാൻ ഇച്ഛിക്കുന്നു. അന്യഭാഷകൾ സംസാരിക്കുന്നവൻ സഭയ്ക്ക് ആത്മീക വർധന ലഭിക്കേണ്ടതിന് വ്യാഖ്യാനിക്കുന്നില്ലെങ്കിൽ പ്രവചിക്കുന്നവൻ അവനേക്കാൾ വലിയവൻ. ഇല്ലെങ്കിൽ അന്യഭാഷ വ്യാഖ്യാനിക്കുന്നുള്ള വാക്ക് അവിടെ വെച്ചിരിക്കും, തർജ്ജമ ചെയ്യുന്നതല്ല. നമുക്ക് ചിലപ്പോൾ ആലോചിക്കാറുണ്ട്, ചില ആളുകൾ ചോദിക്കാറുണ്ട്, ഞാനിപ്പോൾ ഇടയ്ക്ക് ആളുകളുടെ സംശയങ്ങളും കൂടെ അങ്ങ് തീർത്ത് പോകുകയാണ്. ചില ആളുകൾ ചോദിക്കും, എടാ ഒരാൾ 4 വാക്ക് അന്യഭാഷ പറയുന്നത് കേട്ടു, പക്ഷേ അത് വ്യാഖ്യാനിച്ചവൻ 16 വാക്കാണല്ലോ പറഞ്ഞത്. നമ്മുടെ ചിന്ത അന്യഭാഷ തർജ്ജമ ചെയ്യുകയാണെന്നാണ്. അന്യഭാഷ തർജ്ജമ ചെയ്യുന്നെന്നല്ല ഇവിടെ പറയുന്നത്. എന്താണ്? ഇൻ്റർപ്രറ്റ് ചെയ്യുകയാണ്. അപ്പോൾ ഈ കുഞ്ഞുങ്ങളൊക്കെ പലപ്പോഴും ചോദിക്കുന്ന ചോദ്യമായി ഞാൻ ഈ എടുത്തു പറയുന്നത്. അതുകൊണ്ട് 4 വാക്ക് പറഞ്ഞാലും പ്രശ്നമില്ല. 4 വാക്കിന് 40 വാക്ക്, 4 വാക്ക് അന്യഭാഷ പറഞ്ഞിട്ട് 40 വാക്ക് അതിന് വ്യാഖ്യാനം കൊടുത്താലും പ്രശ്നമൊന്നുമില്ല, പ്രോബ്ലം ഇല്ല. കാര്യം അത് വ്യാഖ്യാനമാണ്, ഇല്ലേ? വാക്കുകളുടെ വ്യാഖ്യാനമല്ല, ശരിക്കും ദൈവത്തിൻ്റെ ദൂതിൻ്റെ വ്യാഖ്യാനമാണ്. ദൈവം പറയുന്ന ദൂത് നമുക്ക് മനസ്സിലാക്കാനായിട്ട്. പിന്നെ when I interpret the tongues, what happens? I speak to you. നിങ്ങൾക്ക് മനസ്സിലാകുക എന്നുള്ളതാണ്. അന്യഭാഷയിൽ സംസാരിക്കുമ്പോഴത്തേക്ക് അത് നിങ്ങൾക്ക് മനസ്സിലാകുന്നില്ല. അത് നിങ്ങൾക്ക് മനസ്സിലാകുന്ന രീതിയിലെല്ലാം പറയേണ്ട വലിയ കാര്യമൊന്നുമില്ല. കാരണം നിങ്ങൾക്ക് മനസ്സിലാകേണ്ട രീതിയിൽ പറയുമ്പോഴാണ് അതിന് നീളം വേണ്ടി വരുന്നത്. ഞാൻ when I speak in Tanzania, ഞാൻ ഇംഗ്ലീഷിൽ സംസാരിക്കുന്നു. പാസ്റ്റർ മഗംബെ എന്ന് പറയുന്ന അവിടുത്തെ ഒരു പാസ്റ്റർ ഉണ്ട്. അദ്ദേഹമാണ് നോർമലി എനിക്ക് ട്രാൻസ്ലേറ്റ് ചെയ്യുന്നത്. ഈസ് എ വെരി ഗുഡ് ട്രാൻസ്ലേറ്റർ. എന്തുകൊണ്ടാണെന്നറിയാമോ? ഒന്നാമത്തെ കാര്യം, ഞാൻ എന്തെങ്കിലും കാര്യങ്ങളൊരു ആശയം പറയുമ്പോഴത്തേക്ക് പുള്ളി അങ്ങ് എൻജോയ് ചെയ്ത് എന്താ പറയുക, ഓ വെരി ഗുഡ്, ലെറ്റ് മീ എക്സ്പ്ലെയിൻ എന്ന് പറഞ്ഞിട്ട് പിന്നെ ഒരു 1/2 മണിക്കൂർ പുള്ളി അങ്ങ് പ്രസംഗിക്കും. പുള്ളി പ്രസംഗിക്കുന്നത് മറ്റൊന്നുമല്ല, ഞാൻ ഈ 4 വാക്ക് പറഞ്ഞത് പുള്ളി, ഈ മഗംബെ എന്ന് പറയുന്ന ആൾ എന്ത് ചെയ്തു? അതിൻ്റെ ആഴം ഗ്രഹിച്ചു, അതിൻ്റെ ആശയം. അപ്പോൾ അദ്ദേഹത്തിന് മനസ്സിലായി, ഈ ഇരിക്കുന്ന സ്വാഹിലി മാത്രം മനസ്സിലാകുന്ന ആളുകൾക്ക് ഇത് 4 വാക്കിൽ പറഞ്ഞാൽ മനസ്സിലാകുന്ന കാര്യമല്ല. കാര്യം അവർ ഗ്രാമീണരായ സാധാരണക്കാരായ ആളുകളാണ്. 10,000 മെമ്പേഴ്സുള്ള സഭയാണ്. ഡാറുസ്സലാമിൻ്റെ അസംബ്ലീസ് ഓഫ് ഗോഡിൻ്റെ സഭയാണ് ഞാൻ പറഞ്ഞത്, അതിൻ്റെ പാസ്റ്ററാണ്. അതുകൊണ്ട് തൻ്റെ ജനങ്ങൾക്ക് ഈ ആശയം എല്ലാവർക്കും മനസ്സിലാകുന്ന രീതിയിൽ വിശദീകരിച്ചു കൊടുക്കുക എന്നുള്ളതാണ് അദ്ദേഹത്തിൻ്റെ ലക്ഷ്യം. ഇതുപോലെ ഒരു ദൈവത്തിൻ്റെ ദൂത് അന്യഭാഷയിലൂടെ ഒരാൾ സംസാരിക്കുമ്പോൾ വ്യാഖ്യാനിക്കുന്ന വ്യക്തി കൂടുതൽ പറയുന്നെങ്കിൽ അതിൻ്റെ അർത്ഥം അത് നിങ്ങൾക്ക് വേണ്ടി ആയതുകൊണ്ട്, അല്ലെങ്കിൽ നമുക്ക് വേണ്ടി, നമ്മുടെ ഭാഷയിൽ നമുക്ക് ബോധ്യമാകുന്ന രീതിയിൽ കൂടുതൽ സംസാരിക്കുന്നു എന്നുള്ളതേ ഉള്ളൂ. അത് തർജ്ജിമയല്ല, പ്രത്യുത ബോധ്യപ്പെടുത്തുന്ന രീതിയിലുള്ള ഒരു വ്യാഖ്യാനമാണ് എന്ന് നിങ്ങൾ ഗ്രഹിക്കണം. 5-ാമത്തെ വാക്യത്തിൽ വ്യാഖ്യാനിക്കപ്പെടുന്നില്ലെങ്കിൽ പ്രവചിക്കുന്നവൻ അവനേക്കാൾ വലിയവൻ. ആരേക്കാൾ? വെറുതെ അന്യഭാഷ സംസാരിച്ചുകൊണ്ടിരിക്കുന്നവനേക്കാൾ വലിയവൻ. കാരണം വെറുതെ അന്യഭാഷയിൽ സംസാരിച്ചുകൊണ്ടിരിക്കുന്നവൻ സഭയ്ക്ക് ആത്മീക വർധന വരുത്തുന്നില്ല, പ്രവചിക്കുന്നവൻ സഭയ്ക്ക് ആത്മീക വർധന വരുത്തുന്നു. ഇവിടെ ഓരോ വ്യക്തിയോടും ദൂത് പറയുന്നതിനെ കുറിച്ചല്ല, സഭയോട് ദൂത് പറയുന്നതിനെ കുറിച്ചാണ് പറയുന്നത്. പ്രവചിക്കുന്നവൻ എന്ന് പറയുമ്പോൾ, കാര്യം ഒരു സഭായോഗത്തിന് ഇപ്പോൾ ഒരു പ്രവാചകൻ വന്നു കഴിഞ്ഞാൽ ഇപ്പോൾ നമ്മുടെ ഒരു സ്റ്റൈലുണ്ടല്ലോ, വരുന്ന എല്ലാവരും തലേ കൈ വെച്ച് ഓരോരുത്തർക്കും ദൂത് പറയുന്നത്, കുഴപ്പമില്ല. പക്ഷേ ഓരോ ദൂതും ഓരോ വ്യക്തിക്ക് ആത്മീക വർധന വരുത്തുന്നുള്ളൂ. അതിനേക്കാൾ വലുതാണ് ഈ പുൾപിറ്റിൽ കയറി നിന്നിട്ട് സഭയ്ക്കുള്ള ദൂത് പറയുന്നത്. ഓരോരുത്തരുടെ തലേ കൈവച്ച് പറയുന്ന പ്രവാചകനേക്കാൾ വലിയവനാണ് സഭ. വലിയവൻ ഞാൻ പറഞ്ഞത് പോളിൻ്റെ ഭാഷ ഉപയോഗിച്ച്, അല്ലാതെ റാങ്കിങ് ആണെന്ന് ചിന്തിക്കരുത്. അതിനേക്കാൾ വലിയ കാര്യമാണെന്ന് ചിന്തിച്ചാൽ മതി. വലിയവൻ എന്ന് പറയുമ്പോഴത്തേക്ക് ഒരു വ്യക്തിയുടെ എക്സോൾട്ട് ചെയ്യുന്ന കാര്യമല്ല, അതിനേക്കാൾ വലിയ കാര്യമാണ്. ഓരോരുത്തരുടെ തലേ കൈവച്ച് ഓരോ കാര്യങ്ങൾ പറയുന്നതിനേക്കാൾ വലിയ കാര്യമാണ് എന്ത്? ദൈവാത്മാവിൽ നിറഞ്ഞ് സഭയുടെ പുൾപിറ്റിൽ നിന്നുകൊണ്ട് എന്ത് ചെയ്യുന്നത്? സഭയോട് ദൂത് പറയുന്നത്. കാര്യം ഓരോരുത്തരോട് പറഞ്ഞാലും ആ പറയുന്ന ആളുകൾക്ക് പ്രയോജനമുള്ളൂ. സഭയോടുള്ള പ്രവചനം അത് അന്യഭാഷ പറഞ്ഞിട്ട് വ്യാഖ്യാനിക്കുന്നതല്ല. വ്യാഖ്യാനപരവും പ്രവചനപരവും രണ്ടാണെന്ന് നമ്മൾ കണ്ടു. പ്രവാചകൻ എന്ന് പറയുന്നത് പുൾപിറ്റിൽ നിന്ന് ദൈവാത്മാവ് വെളിപ്പെടുത്തിയ കാര്യങ്ങൾ, അല്ലെങ്കിൽ വെളിപ്പാട് പ്രസംഗിക്കുന്നവൻ, അവനാണ് ഇവിടെ പ്രവാചകൻ. സ്വയം ഇരുന്ന് അന്യഭാഷ പറയുന്നതിനേക്കാളും അന്യഭാഷ പറഞ്ഞ് ഓരോരുത്തരോട് ദൂത് പറയുന്നതിനേക്കാളും വലിയ കാര്യമാണ് പുൾപിറ്റിൽ നിന്ന് സഭയോട് ദൂത് പറയുന്നത്. ഇവിടെ പ്രവചനവും ഉപദേശവും തമ്മിലുള്ള വ്യത്യാസം നമ്മൾ മനസ്സിലാക്കണം. ഉപദേശം എന്ന് പറയുന്നത് നമ്മുടെ യുക്തിയെ സ്പർശിക്കുന്നതാണ്. കാര്യം അത് ചോദ്യം ചെയ്യാവുന്നതാണ്. പ്രവചനം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ ആത്മാവിനെ സ്പർശിക്കുന്നതാണ്. പ്രവചിക്കുന്നവൻ സഭയ്ക്ക് നൽകുന്നത് ഒരു പഠനം നൽകുകയല്ല, ആത്മീക വർധന വരുത്തുകയാണ്. അതാണ് വ്യത്യാസം. വെൻ ഐ ടീച്ച് ഓൺ എ സബ്ജക്റ്റ്, അത് നിങ്ങൾക്ക് ഉപദേശപരമായിട്ട്, അത് തീർച്ചയായിട്ടും അത്യാവശ്യമാണ്. ഉപദേശം എന്ന് പറയുന്നത് ഒരു കൃപാവരമാണ്. ഞാനൊരു ഉപദേശം പഠിപ്പിക്കുമ്പോൾ നിങ്ങളുടെ വിശ്വാസത്തെ അത് ഉറപ്പിക്കുകയാണ്.
പക്ഷേ വെൻ ഐ സ്പീക്ക് ഫ്രം ദ വേർഡ് ഓഫ് ഗോഡ്, എനിക്ക് ദൈവം നൽകിയ വെളിപ്പാടുകൾ നിങ്ങൾക്ക് വെളിപ്പെടുത്തി തരുമ്പോൾ, ഞാൻ വെളിപ്പാടെന്ന് ഉദ്ദേശിക്കുന്നത് എനിക്ക് കിട്ടിയ കാഴ്ചയല്ല, വേദപുസ്തകത്തിൽ നിന്ന് തന്നെ ഞാൻ പറയുന്ന ദൂതുകൾ, ഇൻസ്പയർഡ് സ്പീച്ച് നിങ്ങൾക്ക് ആത്മീക വർധന വരുത്തുകയാണ്. അത് നിങ്ങളെ അടിമുടി രൂപാന്തരപ്പെടുത്തുകയാണ്. കാര്യം ഉപദേശം നിങ്ങളുടെ വിശ്വാസത്തെയാണ് രൂപാന്തരപ്പെടുത്തുന്നത്, പ്രവചനം നിങ്ങളുടെ ജീവിതത്തെയാണ് രൂപാന്തരപ്പെടുത്തുന്നത്. ഇപ്പം സ്നാനത്തിൻ്റെ ഉപദേശത്തെക്കുറിച്ച് ഞാൻ പറഞ്ഞല്ലോ, ഞാനൊരു പുസ്തകം എഴുതി സ്നാനത്തെക്കുറിച്ച്. അത് വായിച്ചു കഴിയുമ്പോൾ നിങ്ങളുടെ ജീവിതത്തെ അടിമുടി വ്യത്യാസപ്പെടുത്തുന്നു എന്നുള്ളതല്ല അവിടുത്തെ അർത്ഥം. നിങ്ങൾക്ക് സ്നാനം എന്ന വേദപുസ്തക വിഷയത്തെക്കുറിച്ചുണ്ടായിരുന്ന ധാരണകളെ രൂപാന്തരപ്പെടുത്തിയേക്കും ബിബ്ലിക്കലായിട്ട്. പക്ഷേ വെൻ ഐ സ്പീക്ക് എ പ്രൊഫസി, ഇൻസ്പയർഡ് സ്പീച്ച്, അത് നിങ്ങളുടെ ഉപദേശങ്ങളെ രൂപാന്തരപ്പെടുത്തുകയല്ല, പ്രത്യുത നിങ്ങളുടെ ജീവിതത്തെ തന്നെ രൂപാന്തരപ്പെടുത്തുക. അതുകൊണ്ടാണ് പ്രവചിക്കുന്നവൻ അല്ലെങ്കിൽ പ്രസംഗിക്കുന്നവൻ സഭയ്ക്ക് ആത്മീക വർധന വരുത്തുന്നു എന്ന് പറയുന്നത്. 6-ാമത്തെ വാക്യം അവിടെ വായിക്കുമ്പോൾ സഭയ്ക്ക് പ്രയോജനമുള്ളതായ പല കാര്യങ്ങൾ അവിടെ പറയുന്നുണ്ട്. 6-ാമത്തെ വാക്യത്തിൽ പോൾ പറയുകയാണ്, സഹോദരന്മാരെ, ഞാൻ വെളിപ്പാടായിട്ടോ ജ്ഞാനമായിട്ടോ പ്രവചനമായിട്ടോ ഉപദേശമായിട്ടോ നിങ്ങളുടെ അടുക്കൽ സംസാരിക്കാതെ അന്യഭാഷകളിൽ സംസാരിച്ചുകൊണ്ട് നിങ്ങളുടെ അടുക്കൽ വന്നാൽ നിങ്ങൾക്ക് എന്ത് പ്രയോജനം? വെളിപ്പാട്, ജ്ഞാനം, പ്രവചനം, ഉപദേശം ഇതെല്ലാം സഭയെ രൂപാന്തരപ്പെടുത്തുന്നതാണ്. അത് പൊതുപ്രയോജനമുള്ളതാണ്. അങ്ങനെ നിങ്ങളുടെ മുമ്പിൽ വരാതെ ഞാൻ വരുമ്പം മുതൽ പോകുന്നത് വരെ ഇവിടെ നിന്ന് അന്യഭാഷ പറഞ്ഞുകൊണ്ടിരുന്നു കഴിഞ്ഞാൽ എന്താണ് അതുകൊണ്ട് നിങ്ങൾക്കുണ്ടാകുന്ന പ്രയോജനം? നിങ്ങളെല്ലാവരും അന്യഭാഷകളിൽ സംസാരിക്കണമെന്ന് പൗലോസ് പറഞ്ഞിട്ടുണ്ട്. പക്ഷേ അന്യഭാഷ പറഞ്ഞുകൊണ്ടിരിക്കേണ്ടത്, മുഴുവൻ സമയവും അന്യഭാഷ പറഞ്ഞുകൊണ്ടിരിക്കേണ്ടത് പുൾപിറ്റേ നിന്നിട്ടല്ല. അന്യഭാഷ പറയാൻ ഏറ്റവും പറ്റിയ സ്ഥലം നിങ്ങളുടെ വീടാണ്. നിങ്ങൾ അടുക്കളയിലിരുന്ന് ഇരിക്കുമ്പോൾ, നിങ്ങൾ പണിയെടുത്തുകൊണ്ടിരിക്കുമ്പോഴും, നിങ്ങൾ വണ്ടി ഓടിച്ചുകൊണ്ടിരിക്കുമ്പോഴും ആരും പേടിക്കൊന്നും വേണ്ട. അന്യഭാഷ പറഞ്ഞ് ഞാൻ വണ്ടി ഓടിച്ചുകൊണ്ടിരിക്കുമ്പോൾ അന്യഭാഷ പറഞ്ഞ് വണ്ടി എവിടെയെങ്കിലും ചെന്ന് ഇരിക്കുമെന്നൊന്നും ആരും പേടിക്കൊന്നും വേണ്ട. പരിശുദ്ധാത്മാവേ, എന്നിൽ വസിക്കുമാത്മാവേ, പരിശുദ്ധാത്മാവേ, എന്നിൽ വസിക്കുമാത്മാവേ, അങ്ങേ പിരിഞ്ഞൊരു വാക്കു പറയുവാൻ ഇടവരുത്തല്ലാത്മാവേ, അങ്ങേ പിരിഞ്ഞൊരു വാക്കു പറയുവാൻ ഇടവരുത്തല്ലാത്മാവേ, പരിശുദ്ധാത്മാവേ, എന്നിൽ വസിക്കുമാത്മാവേ, അങ്ങേ പിരിഞ്ഞൊരു വാക്കു പറയുവാൻ ഇടവരുത്തല്ലാത്മാവേ, അങ്ങേ പിരിഞ്ഞൊരു വാക്കു പറയുവാൻ ഇടവരുത്തല്ലാത്മാവേ. താതൻ മുഖം നീയേ, താതൻ കരം നീയേ, താതൻ ശ്വാസം നീയേ, താതൻ ശക്തി നീയേ, താതൻ മുഖം നീയേ, താതൻ കരം നീയേ, താതൻ ശ്വാസം നീയേ, താതൻ ശക്തി നീയേ, അങ്ങേ പിരിഞ്ഞൊരു വാക്കു പറയുവാൻ ഇടവരുത്തല്ലാത്മാവേ, അങ്ങേ പിരിഞ്ഞൊരു വാക്കു പറയുവാൻ ഇടവരുത്തല്ലാത്മാവേ. താതനൊരുക്കിയ വേല തികയ്ക്കുവാൻ എന്നെ നടത്തുമാത്മാവേ, അങ്ങേ പിരിഞ്ഞൊരു ശ്വാസമെടുക്കുവാൻ ഇടവരുത്തല്ലാത്മാവേ.